ഡൽഹി തെരഞ്ഞെടുപ്പിലെ CPM നിലപാടുകളെ വിമർശിച്ച് KT ജലീൽ MLA. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള CPM നീക്കം ബുദ്ധിശൂന്യതയായിരുന്നുവെന്നും ആം ആദ്മിയെ തകർക്കാനുള്ള കോൺഗ്രസ് നീക്കം തിരിച്ചറിയാൻ CPMന് കഴിഞ്ഞില്ലെന്നും KT ജലീൽ. ഇടതുപക്ഷത്തിരുന്ന് CPM നിലപാടുകളെ എതിർക്കുന്ന ജലീലിനെതിരെ ഇടതണികളുടെ പ്രതിഷേധം. ഡൽഹി തെരഞ്ഞെടുപ്പിൽ CPM കൈക്കൊണ്ട നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ച് ഇടത് MLA KT ജലീൽ. CPM കൈക്കൊണ്ട തീരുമാനം ബുദ്ധിശൂന്യതയായി എന്ന് തുറന്നടിച്ച ജലീൽ CPI നിലപാടുകളെയും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. രാഷ്ട്രീയ അന്തരീക്ഷത്തിലെ അടിയൊഴുക്കുകൾക്കനുസരിച്ച് വ്യക്തമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിലും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിലും കോൺഗ്രസ് എത്രയോ പിന്നിലാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ജലീൽ പറഞ്ഞിട്ടുണ്ട്. സമാന ചിന്താധാരകളുള്ളവരെ ഒപ്പം ചേർത്ത് നിർത്തുന്നതിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും ജലീൽ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ഒരു കാലത്ത് ആനയായിരുന്ന കോൺഗ്രസ് ഇന്ന് വെറുമൊരു ചാവാലിപ്പോത്ത് മാത്രമാണെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിയണമെന്നും അത്യന്തം രൂക്ഷ ഭാഷയിൽ KT ജലീൽ വിമർശിക്കുന്നുണ്ട്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കോൺഗ്രസിനെയും ഒപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും KT ജലീൽ വിമർശിച്ചിരിക്കുന്നത്. ഇടത് നയങ്ങളെ വിമർശന ബുദ്ധിയെ സമീപിച്ച KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നത്. ഡൽഹിയിൽ BJPയുടെ പടയോട്ടത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പൂർണ്ണാർത്ഥത്തിൽ തകർന്നടിയുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഡൽഹി രാഷ്ട്രീയത്തിൽ കൈക്കൊള്ളേണ്ടിയിരുന്ന അടവു നയങ്ങളെക്കുറിച്ച് പുനർവിചിന്തനം നടത്താൻ ഇന്ത്യ മുന്നണി തയ്യാറെടുക്കുന്നത്. കോടതി പിരിഞ്ഞ ശേഷം ലോ പോയിന്റ് തെരയുന്നത് പോലെ അബദ്ധമാണിതെന്ന വിധത്തിൽ ചർച്ചകൾ ഉയർന്നിട്ടുണ്ടെങ്കിലും വൈകിയെങ്കിലും ആവിധം നിലപാടുകളിലേക്ക് എത്തിയത് സ്വാഗതാർഹമാണെന്ന പൊതുവികാരമാണ് പൊതുവെ ഉയർന്നിട്ടുള്ളത്. ഡൽഹിയിൽ BJP കൈവരിച്ച ഉജ്ജ്വല വിജയത്തിൽ കോൺഗ്രസിനെ മാത്രം വിമർശിക്കാനാണ് CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായത്. കോൺഗ്രസ് ഏകപക്ഷീയമായി കൈക്കൊണ്ട നിലപാടുകൾ മൂലമാണ് BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാനും ആം ആദ്മി പാർട്ടികളുടെ പരാജയത്തിനും വഴിയൊരുക്കിയതെന്നുമാണ് CPMന്റെയും CPIയുടെയും വിലയിരുത്തൽ. ആവിധം വാദഗതികൾ KT ജലീലും അംഗീകരിക്കുന്നുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മത്സരിച്ചത് ശരിയായില്ല എന്ന വിധത്തിലാണ് ജലീലിന്റെ പ്രതികരണം. ഈ തെരഞ്ഞെടുപ്പിൽ CPM-CPI പാർട്ടികൾ കൈക്കൊണ്ടത് രാഷ്ട്രീയ മണ്ടത്തരമായി പോയെന്ന് ജലീൽ തുറന്നടിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് ജലീലിന്റെ വാക്കുകൾ ഈ വിധത്തിലാണ്: CPM-ഉം CPI-യും ഡൽഹിയിൽ മത്സരിക്കാൻ പാടില്ലായിരുന്നു. CPM 2 സീറ്റിലും CPI 5 സീറ്റിലുമാണ് മത്സരിച്ചതെങ്കിൽ പോലും ദൗർബല്യം മാലോകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇടവന്നു എന്നതല്ലാതെ മറ്റൊന്നും അതിനെ കൊണ്ട് സംഭവിച്ചില്ല. ഇരു പാർട്ടികളുടെയും ബുദ്ധിശൂന്യ പ്രവൃത്തിയായി മാറിപ്പോയി ഇതെല്ലാം. ആം ആദ്മി പാർട്ടിയെയും നേതാവ് അരവിന്ദ് കെജ്രിവാളിനെയും പേരെടുത്ത് വിമർശിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്തതെന്നും ചൂണ്ടിക്കാണിച്ച ജലീൽ രാഹുൽ നടത്തിയത് കൊടും ചതിയാണെന്നും വിശേഷിപ്പിച്ചിരുന്നു. നരേന്ദ്രമോദിയും അരവിന്ദ് കെജ്രിവാളും ഒരേ വിധത്തിലാണെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. കേന്ദ്ര സർക്കാരിനെ കെജ്രിവാളിനെയും സിസോദിയെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ വടി നൽകിയതും കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ പരാതിയുടെ മേലിലാണ് ED അന്വേഷണവും അറസ്റ്റും ഉണ്ടായത്. ഗൃഹനാഥൻ തന്നെ കുടുംബാംഗങ്ങളെ ഒറ്റിക്കൊടുക്കുന്ന പണിയാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് കോൺഗ്രസ് ചെയ്തത്. ഡൽഹിയിലുണ്ടായ വീഴ്ചയിൽ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല എന്ന വികാരവും KT ജലീൽ പങ്കുവയ്ക്കുന്നുണ്ട്. ആ വിധത്തിൽ ആത്മവിശ്വാസത്തോടെയുള്ള പ്രതികരണങ്ങളാണ് ഫേസ്ബുക്ക് പോസ്റ്റിലുടനീളം ജലീൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1977 തോറ്റ ഇന്ദിരാഗാന്ധി പൂർവോപരി ശക്തിയോടെ തിരിച്ചു വന്നതുപോലെ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളും തിരിച്ചു വരും. പാവപ്പെട്ടവർക്ക് വെള്ളവും വെളിച്ചവും വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷയും സൗജന്യമായി ഉറപ്പുവരുത്തിയ സർക്കാരിനെയാണ് ഡൽഹിക്കാർ നിഷ്കരുണം വലിച്ചെറിഞ്ഞത്. ആ വീഴ്ച തിരിച്ചറിഞ്ഞ് ഡൽഹിക്കാർ കെജ്രിവാളിനെ തിരിച്ചു കൊണ്ടുവരും. എന്തൊക്കെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാമെങ്കിലും ആം ആദ്മിക്ക് ഡൽഹിയിൽ വേരോട്ടമുണ്ട്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയാണെന്ന് തോന്നുക സ്വാഭാവികമാണ്. ആ തോന്നലാണ് ജനങ്ങളെ ചതിക്കുഴിയിൽ വീഴ്ത്തുക. അരവിന്ദ് കെജ്രിവാൾ എന്ന ഭരണകർത്താവിനോട് ഡൽഹി ജനത കാണിച്ച നന്ദികേടിനെ മനമുരുകി പശ്ചാത്തപിക്കേണ്ടി വരുമെന്നും അതുകൊണ്ട് തന്നെ കെജ്രിവാൾ വീണ്ടും ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് ശക്തനായി തിരിച്ചു വരുമെന്നും KT ജലീൽ നിരീക്ഷിക്കുന്നുമുണ്ട്. കോൺഗ്രസിന് യാഥാർത്ഥ്യബോധമില്ലെന്ന് ഒരിക്കൽ കൂടി തിരിച്ചറിയുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ ജലീൽ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിൽ CPM നേതൃത്വത്തിന് വലിയ വീഴ്ച പറ്റിയെന്നും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നിരയിലെ അനൈക്യം മൂലമാണ് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിലിരിക്കുന്നത്. അത് കോൺഗ്രസ് തിരിച്ചറിയുന്നില്ല.
ഡൽഹി തെരഞ്ഞെടുപ്പ് ആം ആദ്മിയെ തകർക്കാനുള്ള അവസരമായാണ് കോൺഗ്രസ് ഉപയോഗിച്ചത്. ഏതു വിധേനയും ആം ആദ്മിയെ തകർക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. എന്നിട്ടെന്താ, ആം ആദ്മിക്കൊപ്പം കോൺഗ്രസും അവിടെ തകർന്നില്ലേ? 70 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 2ാം സ്ഥാനത്തെത്തിയത് ഒരൊറ്റ സീറ്റിലാണെന്നും 67 സീറ്റിലും കെട്ടിവെച്ച കാശ് പോയെന്നും ജലീൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ മുൻകൂട്ടി മനസ്സിലാക്കാൻ CPM-നെ കഴിഞ്ഞില്ലെന്ന വിമർശനമാണ് ജലീൽ വിമർശന ബുദ്ധിയ ഉയർത്തിയിരിക്കുന്നത്. ഡൽഹി തെരഞ്ഞെടുപ്പിലെ CPM നയത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന KT ജലീലിനെ അനുകൂലിച്ചും എതിർത്തും വലിയ ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. CPM അണികൾ തന്നെ ജലീലിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ ആം ആദ്മി മത്സര രംഗത്ത് വന്നപ്പോൾ ജലീൽ എവിടെയായിരുന്നു? അവിടെയില്ലാത്ത രാഷ്ട്രീയ മര്യാദ ഇവിടെ പ്രതീക്ഷിക്കുന്നത് എന്തിന് എന്ന വിധത്തിലും ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. അടുത്ത കാലം വരെ ഇടതുവേദികളിൽ വലിയ സ്വീകാര്യത ലഭിച്ചിരുന്ന ജലീലിനിപ്പോൾ ആ പരിവേഷമില്ലെന്നും അതിലെ കൊതിക്കറിവാണ് CPM വിമർശനത്തിന് പിന്നിലെന്ന വിധത്തിലുമുള്ള ചർച്ചകളും സജീവമാണ്. അതേസമയം CPM സഹയാത്രികനും MLA-യുമായ KT ജലീൽ ഈ വിധത്തിൽ CPM വിമർശനം പരസ്യമായി ഉന്നയിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ഉണ്ടെന്നും വൈകാതെ അത് പുറത്തെത്തുമെന്ന വികാരവും ശക്തമായി ഉയർന്നിട്ടുണ്ട്.